സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. ഗോപിനാഥ് റൂമിലേക്ക് കയറി വന്നു. അയാളെ കണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ അനുരാഗ് ഒരു ശ്രമം നടത്തി. പക്ഷേ വിജയിച്ചില്ല. വേണ്ട, കിടന്നു. അയാൾ കൈ ഉയർത്തി ആംഗ്യം കാട്ടി. അവൻ ദയനീയ ഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി. ഗോപിനാഥ് കസേര നീക്കിയിട്ട് ബെഡിനടുത്തിരുന്നു. ബോഡി ഗാർഡ് രതീഷും ഡ്രൈവർ മുത്തുരാമനും വെളിയിൽ കാവൽ നിന്നു. സോറി എങ്കിൽ സോറി, അനുരാഗ് അയാളെ നോക്കി പുലമ്പി. എന്തിനാ ഹോട്ടലിൽ കിടന്ന് ഇങ്ങനെ കുടിക്കുന്നത്? വീട്ടിൽ പോ, അയാൾ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ഇല്ല എങ്കിൽ ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല. അവിടെ എനിക്ക് ആരുമില്ല, അവൻ പറഞ്ഞു. നിന്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്. അവർ എൻ്റെ ആരുമല്ല. എനിക്കിനി അവരെ വേണ്ട. എൻ്റെ ജീവിതം നശിപ്പിച്ചവരാണ് അവർ. അവൻ വിങ്ങി വിങ്ങി കരഞ്ഞു. ഗോപിനാഥ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നിന്റെ ശത്രുവാണ്. എങ്കിലും ഞാൻ പറയുന്നു, അമ്മ പറയുന്നത് മകൻ അനുസരിക്കണം. താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം. അങ്കിൾ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു. പല്ലവിയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അങ്കിൾ അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണത്. ഞാനത് മനസ്സിലാക്കിയില്ല. അവൻ വീണ്ടും കരഞ്ഞു. അനു, കരയരുത്. എന്തിനും പോംവഴികളുണ്ട്. ഇപ്പോൾ എന്താണ് നിന്റെ പ്രശ്നം? അയാൾ ചോദിച്ചു. എനിക്ക് അവളെ വേണ്ട. എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണം. ആരെ? പല്ലവിയെ. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സകല ആപത്തുകളും ഉണ്ടായത്. അങ്കിളുമായി ഞാൻ പിണങ്ങാൻ കാരണം അവൾ ഒരുത്തിയാണ്. എനിക്ക് അവളെ വേണ്ട. അതൊന്നും എളുപ്പമല്ല അനു. ഒരു ഡൈവോഴ്സ് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തക്കതായ കാരണം വേണം. കാരണമുണ്ട്. എന്ത് കാരണം? അവളെ മുമ്പ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന രാഹുലുമായി അവൾ ഇപ്പോഴും അടുപ്പത്തിലാണ്. അവൾ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവുണ്ടോ? ഉണ്ട്. കോടതിയിൽ ഞാനത് പ്രൂവ് ചെയ്യും. ഗോപിനാഥ് അല്പനേരം കൂടി അവനോട് സംസാരിച്ചിരുന്നു. അവൻ എന്നേക്കുമായി ഗായത്രി ദേവിയിൽ നിന്നും പല്ലവിയിൽ നിന്നും അകന്നു കഴിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. ശരി മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ ഏതാഗ്രഹവും ഈ ഗോപി അങ്കിൾ സാധിച്ചു തരും. പറഞ്ഞാൽ മാത്രം മതി. അയാൾ പോകാനായി എഴുന്നേറ്റു. പിന്നെ ഒരു കാര്യം, ഇനി കുടിക്കരുത്. അഥവാ കുടിച്ചാൽ തന്നെ ഓവർ ആകരുത്. അത് നിന്നെ നെഗറ്റീവായി ബാധിക്കും, അയാൾ ഉപദേശിച്ചു. ശരിയെങ്കിൽ അവൻ തലകുലുക്കി. ഗോപിനാഥ് മുറിയിൽ നിന്നിറങ്ങി. അംഗരക്ഷകരുടെ അകമ്പടിയോടെ അയാൾ ലിഫ്റ്റിന് നേരെ നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയപ്പോൾ അയാൾ ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആദരവോടെ നിന്നു. അനുരാഗിന് വേണ്ടതെല്ലാം കൊടുക്കണം, മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം ചെറുപ്പക്കാരന് മനസ്സിലായി. ആവശ്യത്തിന് മദ്യവും വേണമെങ്കിൽ പെണ്ണും. ശരി സാർ. അവൻ ഇവിടുന്ന് വെളിയിലേക്ക് പോയാൽ ഉടൻ എന്നെ അറിയിക്കണം. ഉവ്. ഗോപിനാഥും രതീഷും ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. മുത്തുരാമൻ അപ്പോഴേക്ക് കാർ കൊണ്ടുവന്ന് പോർച്ചിൽ നിർത്തിയിരുന്നു. രതീഷ് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തപ്പോൾ ഗോപിനാഥ് ഉള്ളിൽ കയറിയിരുന്നു. ഡോർ അടച്ചിട്ട് അയാൾ ഫ്രണ്ട് സീറ്റിൽ കയറി മുത്തുരാമനോടൊപ്പം ഇരുന്നു. കാർ ആദ്യം ടൗണിലേക്കാണ് പോയത്, പിന്നെ ഗോപിനാഥിൻ്റെ ബംഗ്ലാവിലേക്കും. അയാളുടെ കാർ കണ്ട് സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു വെച്ചു. പൂന്തോട്ടം ചുറ്റി വണ്ടി പോർച്ചിൽ ചെന്ന് നിന്നു. രതീഷാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത്. അയാൾ ഡോർ ബെൽ മുഴക്കിയപ്പോൾ ഹൗസ് കീപ്പർ ഇന്ദിരാഭായി വന്ന് വാതിൽ തുറന്നു. ജയന്തി എവിടെ? ഗോപിനാഥ് ചോദിച്ചു. റൂമിലുണ്ട്, വരാൻ പറ. ഇന്ദിരാഭായി പോയി. ഗോപിനാഥ് സ്വീകരണ മുറിയിലെ സോഫയിലേക്ക് അമർന്നിരുന്നു. ഉടൻ തന്നെ ജയന്തി വന്നു. അവൾ അയാളുടെ അടുത്ത് ചേർന്നിരുന്നു. അറിഞ്ഞതൊക്കെ നേരായിരുന്നോ? അയാളുടെ കൈ എടുത്ത് പിടിച്ച് അവൾ ചോദിച്ചു. അവൻ നമ്മുടെ ഹോട്ടലിലുണ്ട്, പതിവ് റൂമിൽ. ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നാ തോന്നുന്നത്, അയാൾ പറഞ്ഞു. അവളോ? മൂവാറ്റുപുഴയിൽ നിന്ന് അവളുടെ തന്തയും തള്ളയും വന്ന് ഇന്നലെ കൊണ്ടുപോയി. ഓഫീസിൽ വെച്ച് അവൻ അവളെ ശരിക്ക് തല്ലിയെന്ന മദനൻ പറഞ്ഞത്. ജയന്തി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ഡൈവോഴ്സ് നടക്കണം. ചെറുപ്രായത്തിലെ അവളെ അവൻ ഉപേക്ഷിക്കണം. അവളുടെ ജീവിതം കശക്കിയെറിയണം, അവൾ പറഞ്ഞു. ഇനിയൊരു കോംപ്രമൈസിന് ഞാൻ ഇട കൊടുക്കത്തില്ല. അവന് വേണ്ടതെല്ലാം കൊടുത്തോടാൻ ഞാൻ ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ലിക്കർ, പിന്നെ പെണ്ണിനെ വേണമെങ്കിൽ അതും. ജയന്തി അയാളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു.
ഇതൊരു ഭയങ്കരന ബുദ്ധിരാക്ഷസൻ. അവൾ അയാളെ അഭിനന്ദിച്ചു. അവൻ്റെ തള്ള ഒറ്റയ്ക്കിനി എന്ത് ചെയ്യാനാ? പട്ടിണിക്കിടില്ല ഞാൻ. ആഹാരത്തിനുള്ള വക കൊടുക്കും. ജയന്തി ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. നമുക്ക് അവനെ ഇങ്ങ് കൊണ്ടുവന്നാലോ? ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ അവൻ താമസിക്കട്ടെ, അവൾ പറഞ്ഞു. അതുകൊണ്ടെന്താ മെച്ചം? അന്നേരത്തെ ആ വാശി തീർന്നാൽ അവൻ ഇനിയും അവളുമായി അടുത്താലോ? അല്ലെങ്കിൽ അവൾ വന്ന് അവൻ്റെ കാല് പിടിച്ചാലോ? ജയന്തി ചോദിച്ചു. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവനെ ഹോട്ടലിൽ തന്നെ താമസിപ്പിച്ചാൽ മതി. അതിന് വേറെ ഗുണങ്ങളുണ്ട്, ഗോപിനാഥ് പറഞ്ഞു. എന്താണ്? അവൻ്റെ പഴയ ചില ഗേൾ ഫ്രണ്ട്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. രേഖ, സിൽവിയ, ജാസ്മിൻ. അവർ ഓരോരുത്തരായി ഇനി അവനെ സമീപിക്കും. കുറേ കാശ് അവളുമാർ കൊണ്ടുപോകും. അതല്ലേ സംഭവിക്കുക? ജയന്തിക്ക് അതത്ര മതിപ്പുണ്ടാക്കിയില്ല. അല്ല, അവൻ്റെ റൂമിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യും. അതിലൊരെണ്ണം മൂവാറ്റുപുഴയ്ക്ക് അയച്ചാൽ മതിയല്ലോ. പിറ്റേന്നവർ ഡൈവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്യും. ഇത്തവണ ഭ്രാന്തമായ ആക്രമണമായിരുന്നു ജയന്തിയുടേത്. അവൾ ഗോപിനാഥിനോടൊപ്പം സോഫയിലേക്ക് കെട്ടിമറിഞ്ഞു വീണു. അയാളെ അവൾ വീണ്ടും വീണ്ടും ഉമ്മ വച്ചു. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ രാജേശ്വരി അടുക്കളയിലായിരുന്നു. അവർ വാതിൽ തുറന്നു. ബാലകൃഷ്ണൻ നായരുടെ അനുജൻ ഹരികൃഷ്ണനും ഭാര്യ രേവതിയുമായിരുന്നു വന്നത്. മ്ലാനമായിരുന്നു ഇരുവരുടെയും മുഖം. മോളെവിടെ? ഹരികൃഷ്ണൻ ചോദിച്ചു. വന്നതിന് ശേഷം ഒരേയൊരു കിടപ്പാണ്. വെള്ളം കുടിക്കാൻ പോലും 100 തവണ നിർബന്ധിക്കണം, ദുഃഖഭാരത്തോടെ രാജേശ്വരി പറഞ്ഞു. മോളെ അതിന് കുറ്റം പറയാൻ പറ്റുമോ? ആരായാലും തളർന്നു പോകത്തില്ലേ? അതും കല്യാണം കഴിഞ്ഞ് മാസം 3 തികഞ്ഞതല്ലേ ഉള്ളൂ. ഹരികൃഷ്ണനും രേവതിയും അകത്തേക്ക് കയറി വന്നു. ബാലേട്ടൻ പോയോ? ഹരികൃഷ്ണൻ ചോദിച്ചു. ഇല്ല, ലീവാണ്. ടൗണിൽ ആരെയോ കാണാൻ പോയതാണ്. ഇപ്പം വരും, രാജേശ്വരി പറഞ്ഞു. അവർ സ്വീകരണ മുറിയിലിരുന്നു. എന്താ ചേച്ചി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? അവർ തമ്മിൽ എന്തൊരു ഇഷ്ടമായിരുന്നു. ഇണപിരിയാ കുരുവികൾ എന്ന് ഹരിച്ചേട്ടനോട് ഞാൻ കളിയായി പറയുമായിരുന്നു. രേവതി സങ്കടപ്പെട്ടു. അവിടെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ അടുത്ത സമയത്താ അറിഞ്ഞത്. നമ്മൾ വിഷമിക്കുമെന്ന് വിചാരിച്ച് പല്ലവി മോൾ പോലും അത് ആദ്യം മറച്ചുവെച്ചു. എന്ത് പ്രോബ്ലംസ്? ഹരികൃഷ്ണൻ ചോദിച്ചു. കമ്പനി ജനറൽ മാനേജർ ഗോപിനാഥ് ഒരു കള്ളനായിരുന്നു. അക്കാര്യം അമ്മയും മോനും അറിഞ്ഞില്ല. രാജേശ്വരിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ ഹരികൃഷ്ണനോടും രേവതിയോടും പറഞ്ഞു. വലിയ നിരാശയിലായിരുന്നു അവൻ. ഇക്കാരണം കൊണ്ട് കല്യാണം നടന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ അവൻ മോളെ കുറ്റപ്പെടുത്തിയത്. അത് പിന്നെ വളരെ രൂക്ഷമായി. അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവളെ ഇങ്ങ് കൊണ്ടുപോകുന്നത്. അവൻ സമ്മതിച്ചോ കൊണ്ടുപോകാൻ? രേവതി ചോദിച്ചു. അവൻ്റെ സമ്മതം ആർക്കു വേണം? അവൻ്റെ അമ്മ ഒരു പാവ സ്ത്രീയാണ്. അവൻ ചെയ്ത തെറ്റിന് ആ സ്ത്രീ മാപ്പ് ചോദിച്ചു. അവരും പറഞ്ഞു മോളെ കൊണ്ടുപോയിക്കൊള്ളാൻ. എല്ലാം ഒന്ന് നേരെയായിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. അവൻ പിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഹരികൃഷ്ണൻ ചോദിച്ചു. വിളിച്ചതേയില്ല. എന്നിട്ടും മോൾ പലതവണ അവനെ വിളിച്ചു. അവൻ കോൾ എടുത്തില്ല എന്നു മാത്രമല്ല, കട്ട് ചെയ്യുകയും ചെയ്തു. 3 പേരും അല്പനേരം നിശബ്ദരായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല ഹരി. ഇതുവരെ ആരും ഒന്നും അറിഞ്ഞില്ല. എന്താ മോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയും? കണ്ണീരോടെ രാജേശ്വരി ചോദിച്ചു. വിഷമിക്കേണ്ട ചേച്ചി, അവൻ എന്തോ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ട്. അത് മാറുമ്പോൾ എല്ലാം ശരിയാകും, രേവതി സമാധാനിപ്പിച്ചു. എന്തോ എനിക്കൊരു വിശ്വാസക്കുറവ്. മോളെ ഒന്ന് വിളിക്ക് ചേച്ചി, ഞങ്ങളൊന്ന് കാണട്ടെ. അല്പനേരം സംസാരിച്ചിരുന്നാൽ അവളുടെ വിഷമത്തിനെക്കുറിച്ച് ആശ്വാസം കിട്ടിയാലോ? ഹരികൃഷ്ണൻ പറഞ്ഞു. അവൾ വരുമോ എന്നറിയില്ല. ഞാൻ ചെന്ന് പറയാം. രാജേശ്വരി എഴുന്നേറ്റ് പല്ലവിയുടെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു അവൾ. മോളെ, അവർ വിളിച്ചു. അവൾ തലയുയർത്തി നോക്കി. ഹരിയും രേവതിയും വന്നിട്ടുണ്ട്. അവർക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു. എനിക്ക് ആരെയും കാണണ്ടാമേ. ഒന്ന് എഴുന്നേറ്റ് വാ മോളെ. എന്തൊരു കിടപ്പാ ഇത്. നിന്റെ ആരും മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ സങ്കടപ്പെടാൻ. രാജേശ്വരിക്ക് അരിശം വരുന്നുണ്ടായിരുന്നു. കാണണമെന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാ. എനിക്ക് മറുപടി പറയാൻ വയ്യ. നീ ഒന്നും പറയണ്ട, മിണ്ടാതെ ഇരുന്നാൽ മതി. വെളിയിലേക്ക് വന്ന് കുറച്ച് ശുദ്ധവായു ശ്വസിക്ക്. എത്ര നാൾ നീ ഇങ്ങനെ വാതിലടച്ച് മുറിയിൽ തന്നെ ഇരിക്കും മോളെ? അമ്മയുടെ വിഷമം കണ്ടപ്പോൾ പല്ലവി മെല്ലെ എഴുന്നേറ്റു. അവൾ ബാത്റൂമിൽ ചെന്ന് നിലക്കണ്ണാടിയിൽ നോക്കി. ഇത്ര ഭീകരമായി അവളെ അവൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എണ്ണ പുരട്ടുകയോ കുളിക്കുകയോ ചെയ്യാത്തത് കാരണം
പാറിപ്പറന്ന മുടി, കലങ്ങിച്ചുവന്ന കണ്ണുകൾ, കരഞ്ഞു വീർത്ത കവിളുകൾ. അവൾ മുഖം കഴുകി ടവലെടുത്ത് അമർത്തി തുടച്ചു. മുടി ചീകിയിട്ടു. ആ ഉടുപ്പും കൂടി മാറ്റിയിട്ട് വാ, രാജേശ്വരി പറഞ്ഞു. വന്ന ശേഷം കുളിക്കാനോ വസ്ത്രം മാറാനോ പോലും അവൾ തയ്യാറായിരുന്നില്ല. അനുരാഗ് ക്രൂരമായി പെരുമാറിയത് അവൾക്കൊരു ഷോക്കായിരുന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദുശകനമാണ് അവളെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് താങ്ങാനായില്ല. രാജേശ്വരി വീണ്ടും ഹരികൃഷ്ണൻ്റെയും രേവതിയുടെയും അടുത്തേക്ക് ചെന്നു. അവൾ വരും. അപ്പോഴാണ് വെളിയിൽ ഒരു ടാക്സി വന്ന് നിന്നത്. 3 പേരും പുറത്തേക്ക് നോക്കി. ടാക്സിയിൽ നിന്ന് പീയൂഷാണ് ഇറങ്ങിയത്. അതാരാണ്? ഹരികൃഷ്ണന് മനസ്സിലായില്ല. അവൻ്റെ ഉറ്റ സുഹൃത്താണ് പീയൂഷ്. അവനുമൊത്ത് ഇവിടെ വന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. പീയൂഷ് തനിച്ചായിരുന്നു. അവൻ ലേശം ഒരു പരിഭ്രമത്തോടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ? ഗൗരവഭാവത്തിൽ അവർ ചോദിച്ചു. അനുരാഗിനോടുള്ള ദേഷ്യം മുഴുവൻ കൂട്ടുകാരനോട് തീർക്കണമെന്നുണ്ടായിരുന്നു രാജേശ്വരിക്ക്. പക്ഷേ വീട്ടിലേക്ക് കയറി വന്ന ഒരാളിനെ അപമാനിക്കാൻ പാടില്ലല്ലോ. അവർ സ്വയം നിയന്ത്രിച്ചു. ഞാൻ പല്ലവിയൊന്ന് കാണാൻ വന്നതാണമ്മേ, പീയൂഷ് പറഞ്ഞു. എന്തിന്? ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ? അവർ ചോദ്യം ചെയ്തു. പല്ലവിയെ ഒന്ന് വിളിക്കൂ പ്ലീസ്, അവൻ ദയനീയ സ്വരത്തിൽ പറഞ്ഞു. എന്താ? അവളുടെ മനസ്സ് തകർത്തത് പോരാഞ്ഞിട്ടാണോ നീയും വന്നിരിക്കുന്നത്? അവനെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടും. എൻ്റെ കുഞ്ഞിനെ തല്ലിയതിന് ഞാൻ അവനോട് കണക്ക് തീർത്തു കൊടുക്കൂ അന്ന്. ഹരികൃഷ്ണനും രേവതിയും വാതിലിനടുത്ത് വന്നു നിന്നു. അപ്പോഴാണ് പല്ലവി ബെഡ്റൂമിൽ നിന്നിറങ്ങി വന്നത്. പീയൂഷിനെ കണ്ട് അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. എന്താ? അവൾ ഉത്കണ്ഠയോടെ അവനോട് ചോദിച്ചു. അനു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, അവൻ പറഞ്ഞു. വാ, അകത്തിരിക്കാം, അവൾ ക്ഷണിച്ചു. പീയൂഷ് സ്വീകരണ മുറിയിലേക്ക് കയറി വന്നു. ഹരികൃഷ്ണനെയും രേവതിയെയും കണ്ട് അവനൊന്ന് മടിച്ചു. എൻ്റെ ചെറിയച്ഛനും വൈഫുമാണ്, കുഴപ്പമൊന്നുമില്ല. പീയൂഷ് ഇരിക്കെ, പല്ലവി പറഞ്ഞു. അവൻ സെറ്റിയിലിരുന്നു. എല്ലാ കണ്ണുകളും അവനിലായി. അവനത് മനസ്സിലായി. ആദ്യമേ തന്നെ പറയട്ടെ, അനുവിന് പല്ലവിയോടൊരു പിണക്കവുമില്ല. അന്ന് ഓഫീസിൽ വെച്ച് നടന്നത് ഒരു നാടകം മാത്രമായിരുന്നു. പല്ലവിയുമായി അവൻ തെറ്റിയെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം. മനസ്സിലായില്ല? പല്ലവി പറഞ്ഞു. അനു ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ എന്നോട് അത് ഡിസ്കസ് ചെയ്തിരുന്നു. ശത്രുവായി നിന്നുകൊണ്ട് ഗോപിനാഥിനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. മിത്രമായ ശേഷമേ. അതിനെൻ്റെ മോളെ തല്ലണമെന്നുണ്ടായിരുന്നോ? അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്? രോഷത്തോടെ രാജേശ്വരി ചോദിച്ചു. ഓഫീസിൽ വെച്ച് തന്നെ അത് അരങ്ങേറണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു, പീയൂഷ് പറഞ്ഞു. എന്ത് ഫലം? പല്ലവി ചോദിച്ചു. നമ്മുടെ ഹോട്ടലിലേക്ക് അവൻ അന്ന് തന്നെ താമസം മാറി. പിന്നെ വീട്ടിലേക്ക് പോയില്ല. ഇന്നലെ അവനെ കാണാൻ അയാൾ ഹോട്ടലിൽ ചെന്നിരുന്നു. ആര്? ഗോപിനാഥോ? അതെ. അമ്മയും ഭാര്യയും കൂടിയാണ് അയാൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതെന്ന് അവൻ അയാളോട് പറഞ്ഞു. പല്ലവിയെ ഡൈവോഴ്സ് ചെയ്യാൻ സഹായിക്കാമെന്ന് ഏറ്റിട്ടാണ് അയാൾ പോയത്. രാജേശ്വരി ഒന്ന് ഞെട്ടി. എന്തു മണ്ടത്തരമാ അവൻ ഈ ചെയ്തത്? അയാളുമായി അടുത്തതുകൊണ്ട് എന്ത് മെച്ചമാ ഉണ്ടാകാൻ പോകുന്നത്? അവർ ചോദിച്ചു. അവൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ടമ്മേ. അതെന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അനു എന്നോട് പറഞ്ഞില്ല ഒരു നാടകം നടത്താൻ പോവുകയാണെന്ന്? പല്ലവി ചോദിച്ചു. പറഞ്ഞാൽ അത് വെറും നാടകമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. അതിപ്പോൾ സീരിയസ് ആണെന്ന് പല്ലവിയും വിശ്വസിക്കില്ലേ? എനിക്കിപ്പോഴും വിശ്വാസമായില്ല. ഞാൻ വന്നിട്ടിത് 3ാമത്തെ ദിവസമാ. ഇതുവരെ അനു എന്നെ ഒന്ന് വിളിച്ചോ? സത്യം എന്താണെന്ന് പറഞ്ഞോ? ഒന്നും ബോധ്യമാകാത്ത മട്ടിൽ അവൾ അവനെ നോക്കി. അനുവിൻ്റെ മൊബൈലിലേക്ക് നേരിട്ട് വിളിക്കണ്ട എന്ന് വിചാരിച്ചാണ് അയാൾ. അവൻ്റെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്നെ വിട്ടത്. ദാ ഇപ്പോൾ ഞാൻ അവനെ വിളിക്കാം. പീയൂഷ് അവൻ്റെ മൊബൈൽ എടുത്ത് അനുരാഗിനെ വിളിച്ചു. അനു, ഞാനിപ്പോൾ പല്ലവിയുടെ വീട്ടിലാണ്. കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു. ലൗഡ് സ്പീക്കറിലിട്ടാണ് അവൻ സംസാരിച്ചത്. പല്ലവി ഉണ്ടോ നിൻ്റെ അടുത്ത്? അനുരാഗ് ചോദിച്ചു. ഉണ്ട്. വേറെ ആരൊക്കെയുണ്ട്? അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും. പല്ലവിക്ക് ഫോൺ കൊടുക്ക്, അവൻ പറഞ്ഞു. പീയൂഷ് മൊബൈൽ അവൾക്ക് നീട്ടി. അവൾ അത് വാങ്ങി. പല്ലവി, ആർദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചു. അതോടെ അവളുടെ മനസ്സലിഞ്ഞു. അനു, തേങ്ങലോടെ അവൾ വിളിച്ചു. പീയൂഷ് എല്ലാം പറഞ്ഞില്ലേ? സത്യത്തിൽ അതാണ് നടന്നത്. ഞാൻ നിന്നെ അടിച്ച ഓരോ അടിയും എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. സോറി, നീ എനിക്ക് മാപ്പ് തരൂ.
ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനോടും അമ്മയോടും സമാധാനമായിട്ടിരിക്കാൻ പറയണം. അനു, എന്താണ് പ്ലാൻ? എന്നോട് പറ പ്ലീസ്, അവൾ അപേക്ഷിച്ചു. ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നെ നിർബന്ധിക്കല്ലേ. അധികം വൈകില്ല. ചിലപ്പോൾ ഒരാഴ്ച, അതിനുള്ളിൽ എല്ലാം ശരിയാകും, അവൻ പറഞ്ഞു. അനു, അബദ്ധത്തിലൊന്നും ചെന്ന് ചാടല്ലേ. സ്വത്തും പണവും ഒന്നും നമുക്ക് വേണ്ട. അതൊന്നും മനസ്സമാധാനം തരില്ല. ഉള്ളതൊക്കെ മതി നമുക്ക്. അതുകൊണ്ട് എത്രയും വേഗം ഇങ്ങ് വാ. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, അവൾ പറഞ്ഞു. വരാം. ഒരാഴ്ച എനിക്ക് സമയം തരൂ. ഞാൻ വിളിച്ചില്ലെങ്കിലും പേടിക്കരുത്. എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പീയൂഷിനെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. ബൈ. അനുരാഗ് കോൾ കട്ട് ചെയ്തു. എല്ലാവർക്കും കുറച്ച് സമാധാനം കിട്ടി. സാരമില്ല, സത്യം എന്താണെന്നറിഞ്ഞല്ലോ. നേരത്തെ ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും തീ തിന്നേണ്ടി വരില്ലായിരുന്നു, ഹരികൃഷ്ണൻ പറഞ്ഞു. പീയൂഷ് ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം. രാജേശ്വരി അകത്തേക്ക് പോയി. ദിവസങ്ങൾക്ക് ശേഷം പല്ലവി ആദ്യമായി പീയൂഷിനെ നോക്കി പുഞ്ചിരിച്ചു. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് ഹൃദയം തുറന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചുണ്ടുകളിൽ ഒരു വിളറിയ ചിരി മാത്രം തെളിഞ്ഞു. പുറത്തേക്ക് പോകാൻ അനുരാഗ് വേഷം ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. എടുത്തു നോക്കിയപ്പോൾ രേഖയാണ്. പുതിയ സംഭവ വികാസങ്ങൾ അവൾ അറിഞ്ഞു കാണും. വീണ്ടും അടുപ്പം കൂടാൻ വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഗോപിനാഥിൻ്റെ ഏർപ്പാടിലായിരിക്കും അവൾ വിളിക്കുന്നത്. അയാൾ അതിനും മടിക്കില്ല. അതുകൊണ്ട് സംശയമുണ്ടാക്കാതെ പെരുമാറണം. ഹലോ രേഖ, പ്രസന്നമായ സ്വരത്തിൽ അവൻ കോൾ എടുത്തു. നീ എന്നെ മറന്നുവല്ലേ, അവൾ പരിഭവസ്വരത്തിൽ ചോദിച്ചു. ഞാൻ നിന്നെ എങ്ങനെ മറക്കും രേഖ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുന്നതാണോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം? പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു. നീ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ പഴയ സങ്കേതത്തിൽ തന്നെ, ഹോട്ടൽ അനുരാഗ്, അവൻ പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എപ്പോഴാണ് സൗകര്യം? അവൾ ചോദിച്ചു. ഞാൻ നിന്നെ വിളിക്കാം. നിന്റെ വൈഫ് അറിയുമെന്ന് പേടിയില്ലേ? എനിക്ക് വൈഫില്ല. അവളെ ഞാൻ വിട്ടു. ഒറ്റയ്ക്കാണ് ഇനി എൻ്റെ ജീവിതം, അവൻ പറഞ്ഞു. എന്തു പറ്റിയനു? എന്താണ് സംഭവിച്ചത്? ഉത്കണ്ഠാസ്വരത്തിൽ അവൾ ചോദിച്ചു. അതൊക്കെ കാണുമ്പോൾ വിശദമായി പറയാം. അവൻ കോൾ കട്ട് ചെയ്തു. ബീച്ചിലേക്ക് പോകണം. അവിടെ ഐസ്ക്രീം ഹൗസിൽ ഗോപിനാഥ് വരും. അരമണിക്കൂറിനുള്ളിൽ. ഇന്ന് അവിടെ വെച്ച് അയാളുടെ അന്ത്യം ഉണ്ടാവും. ഇന്നലെ വെറുതെ ഒരു നമ്പർ ഇട്ടു. അതിൽ അയാൾ വീണു. ചൂണ്ടയിൽ കൊത്തി എന്ന് തന്നെയാണ് തോന്നുന്നത്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്കിൾ എന്നെ ബീച്ചിലുള്ള ഐസ്ക്രീം ഹൗസിൽ കൊണ്ടുപോകുമായിരുന്നു. ഏതെല്ലാം ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ കൊതി തോന്നുന്നു. ഇന്നലെ അയാളോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു. എന്താ, അവിടെ പോണമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. അങ്കിളിനൊപ്പം ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ. അതിനെന്താ, നാളെ നമുക്ക് പോകാം. രാവിലെ 11:30 ഞാൻ അവിടെ വരും. സത്യമാണോ അങ്കിൾ പറയുന്നത്? സന്തോഷമായി. അങ്കിൾ വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. താങ്ക്സ് അങ്കിൾ. ഇന്നലെ അങ്ങനെ സമ്മതിച്ചെങ്കിലും ഇന്ന് വരുമോ എന്നറിയില്ല. എങ്കിലും പോയി നോക്കാതെ പറ്റില്ലല്ലോ. 11 മണിയായപ്പോൾ റൂം പൂട്ടി അനുരാഗ് ഹോട്ടലിൽ നിന്നിറങ്ങി. 15 മിനിറ്റ് പോലും ഡ്രൈവില്ല ബീച്ചിലേക്ക്. അവൻ ചെന്നപ്പോൾ നീല നിറമുള്ള കടൽ ശാന്തമാണ്. വെയിലേറ്റ് തിരകൾ വെള്ളി പോലെ തിളങ്ങുന്നു. ഐസ്ക്രീം ഹൗസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് അവൻ കാർ നിർത്തി. വെള്ള പെയിൻ്റടിച്ച ഇരുനില കെട്ടിടമാണ് ഐസ്ക്രീം ഹൗസ്. ഗ്ലാസ് ഭിത്തിയാണ്. കടൽ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാം. അവൻ കാറിൽ നിന്നിറങ്ങി ഡിക്കി തുറന്ന് രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന പിസ്റ്റൾ എടുത്ത് ജീൻസിൻ്റെ പോക്കറ്റിലിട്ടു. ലൂസ് ഷർട്ടാണ് ധരിച്ചിരുന്നത്. അത് കാരണം പോക്കറ്റ് തള്ളി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടില്ല. അവൻ വാതിൽ തുറന്നു. പാർലറിലേക്ക് കടന്നു. 50ഓളം കസേരകൾ മേശകൾക്ക് ചുറ്റും ഭംഗിയായിട്ടിരിക്കുന്നു. കസ്റ്റമേഴ്സ് കുറവ്. അവൻ ചെന്ന് ഒരു ഒഴിഞ്ഞ മേശയുടെ അടുത്തിരുന്നു. എതിർവശത്ത് ഗോപിനാഥ് ഇരിക്കും. തൊട്ടടുത്ത് ബോഡി ഗാർഡുകൾ ഉണ്ടായിരിക്കുകയില്ല. 2-3 മേശകൾ മാറിയേ അവർ ഇരിക്കൂ. ഐസ്ക്രീം കഴിക്കുന്ന കൂട്ടത്തിൽ മേശയുടെ മറവിൽ പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കുന്നു. അയാളുടെ നെഞ്ചിലേക്ക് വെടി പൊട്ടിക്കുന്നു. തുടർച്ചയായി 6 ഉണ്ടകൾ പൊട്ടിക്കാവുന്ന തോക്കാണ്. ഒന്നിനു പുറകെ ഒന്നായി 6 എണ്ണം. അനുരാഗ് കാത്തിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഗോപിനാഥിൻ്റെ കാർ വന്നു നിൽക്കുന്നത് ജനാലയിലൂടെ അനുരാഗ് കണ്ടു. അവൻ്റെ ശരീരത്തിലൂടെ പെട്ടെന്ന് ഒരു പ്രകമ്പനം പാഞ്ഞുപോയി. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് തിടുക്കത്തിലിറങ്ങിയ രതീഷ് വേഗം ചെന്ന് ബാക്ക് ഡോർ തുറന്നു കൊടുത്തു.
ഗോപിനാഥ് മെല്ലെ കാറിൽ നിന്നിറങ്ങി. വെള്ള ജുബയും കറുത്ത കരയുള്ള വെള്ള ഡബിൾ മുണ്ടുമായിരുന്നു അയാളുടെ വേഷം. അവൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അയാൾ ചോദിച്ചു. ഐസ്ക്രീം ഹൗസിന്റെ മുൻപിൽ നിന്ന് അല്പം മാറി അനുരാഗിന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് രതീഷ് കണ്ടു. ഉണ്ട് സർ. മുത്തുരാമൻ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നതേയുള്ളൂ. ഗോപിനാഥ് ചുറ്റും ഒന്ന് നോക്കി. ബീച്ച് റോഡിലൂടെ ഇടവിട്ടിടവിട്ട് വാഹനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ട്. നീലക്കടൽ ശാന്തമാണ്. കടപ്പുറത്തെ പഞ്ചാരമണൽ വെയിലേറ്റ് തിളങ്ങുന്നു. ഗോപിനാഥ് ഐസ്ക്രീം ഹൗസിന് നേരെ നടന്നു. അനുരാഗ് ആ കാഴ്ച കണ്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. അവൻ മേശയ്ക്കടിയിലൂടെ ജീൻസിന്റെ പോക്കറ്റിൽ കൈവച്ചു. കൈത്തോക്ക് ഭദ്രമായി തന്നെ അവിടെയുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ അത് വലിച്ചെടുക്കണം. ഇരു കൈകൾ കൊണ്ടും അത് ഗോപിനാഥിന്റെ നേർക്ക് നീട്ടിപ്പിടിക്കണം. വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് കാഞ്ചി അമർത്തണം. നെഞ്ചിന്റെ ഇടതുഭാഗത്തായിരിക്കണം ഉന്നം വെക്കേണ്ടത്. മാംസപേശികൾ തുളച്ച് ഹൃദയത്തിനുള്ളിലൂടെ ബുള്ളറ്റ് മറുവശത്തെത്തണം. ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മതി. അതാണ് നെഞ്ചിൽ ഉന്നം വെക്കാൻ കൂടുതൽ സൗകര്യം. മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിലിനടുത്ത് ഗോപിനാഥ് പ്രത്യക്ഷപ്പെട്ടു. അനുരാഗ് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി. അങ്കിൾ, അവൻ ഉറക്കെ വിളിച്ചു. അയാൾ അവൻ്റെ നേർക്ക് നോക്കി. പിന്നെ അവൻ്റെ അടുത്തേക്ക് വന്നു. ഇരിക്കെങ്കിൽ, അവൻ പറഞ്ഞു. അവൻ്റെ മേശയുടെ എതിർവശത്തുള്ള കസേരയിൽ അയാൾ ഇരുന്നു. അനു വന്നിട്ട് കുറേ നേരമായോ? അയാൾ ചോദിച്ചു. ഇല്ല, 5 മിനിറ്റ്. വെയിറ്റർ വന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ അങ്കിൾ വരുന്നുണ്ട്, എന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ രതീഷ് ഒന്ന് സംശയിച്ചു നിന്നു. അയാൾ പുറത്തേക്കിറങ്ങിപ്പോയെങ്കിൽ എന്നവൻ മനസ്സിലാഗ്രഹിച്ചു. പക്ഷേ അയാൾ അനുരാഗിൻ്റെ പിന്നിലുള്ള കസേരയുടെ അടുത്തുള്ള കസേരയിൽ ചെന്നിരിക്കുകയാണ് ചെയ്തത്. അത് വലിയ അസൗകര്യമായല്ലോ എന്ന് അനുരാഗിന് തോന്നി. പോക്കറ്റിൽ നിന്ന് തോക്കെടുത്താൽ രതീഷ് അത് കാണും. പദ്ധതി പൊളിഞ്ഞു എന്ന് തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു. രതീഷിൻ്റെ കണ്ണുകൾ ഇപ്പോൾ ചുറ്റിനും പരതി നടക്കുകയായിരിക്കും. വെയിറ്റർ വന്നു. അനുവിന് എന്താണ് വേണ്ടത്? ഗോപിനാഥ് ചോദിച്ചു. എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് അങ്കിൾ മറന്നോ? ഇല്ല, നിനക്ക് വാനില ഐസ്ക്രീം മാത്രമായിരുന്നല്ലോ ഇഷ്ടം. വേറെ പലതരത്തിലുള്ളത് ഉണ്ടായിരുന്നെങ്കിലും എവിടെ പോയാലും വാനില മതിയെന്ന് നീ വാശി പിടിക്കുമായിരുന്നു. അങ്കിളിൻ്റെ ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല. അവൻ അഭിനന്ദനപൂർവ്വം അയാളെ നോക്കി. കഴിഞ്ഞതൊക്കെ മറന്നു കളയുന്നവനല്ല മോനെ ഈ ഗോപിയെങ്കിൽ. ഈ ഓർമ്മശക്തിയാ അങ്കിളിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും. നമിക്കുന്നു അങ്കിൾ. 2 വാനില ഐസ്ക്രീമിന് ഗോപിനാഥ് ഓർഡർ കൊടുത്തു. സത്യത്തിൽ എനിക്ക് അങ്കിളിനോട് ആരാധന തോന്നുന്നുണ്ട്. ഈ പ്രായത്തിലും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ അങ്കിളിന് സാധിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല. അത് മോനെ, ഞാൻ പതിവായി വ്യായാമം ചെയ്യുന്നത് കൊണ്ടാണ്. ഭക്ഷണവും നിയന്ത്രിക്കാറുണ്ട്, അയാൾ പറഞ്ഞു. എനിക്കൊരു നിയന്ത്രണവും ഇല്ല അങ്കിൾ. ഇഷ്ടമുള്ളതൊക്കെ വാരി വലിച്ചു തിന്നും. കാര്യമായ എക്സസൈസും ഇല്ല, അവൻ പറഞ്ഞു. നീ ചെറുപ്പമല്ലേ, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ പതിവായി വ്യായാമം എടുക്കണം. രാവിലെ 5 കിലോമീറ്റർ ഓടിയാൽ മതി. നാളെ മുതൽ ഓടണം. ബീച്ചിൽ വരാമെന്നാണ് വിചാരിക്കുന്നത്. വെയിറ്റർ 2 ഐസ്ക്രീം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. കഴിച്ചു തുടങ്ങട്ടെ, എന്നിട്ട് വേണം തോക്കെടുക്കാൻ. മധുരം കഴിച്ചുകൊണ്ട് മധുരമായ പ്രതികാരം. 2 പേരും സ്പൂൺ എടുത്ത് അല്പം ഐസ്ക്രീം കോരി വായിൽ വെച്ചു. അനുരാഗ് വെറുതെ എന്ന മട്ടിൽ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. രതീഷിൻ്റെ മുന്നിലുമുണ്ട് ഐസ്ക്രീം. അയാൾ അത് കഴിക്കുന്നതിൽ വ്യാപൃതനാണ്. ഇത് തന്നെയാണ് തക്കം. അനുരാഗ് മേശക്കടിയിലേക്ക് വലത് കൈ കൊണ്ടുചെന്ന് ജീൻസിൻ്റെ പോക്കറ്റിലേക്ക് കടത്തി സാവധാനം പിസ്റ്റൾ പുറത്തേക്കെടുത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവൻ 2 കൈകൾ കൊണ്ടും ആ കൈത്തോക്ക് പിടിച്ച് ഗോപിനാഥിൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടി നിറയൊഴിച്ചു. നടുക്കുന്ന ശബ്ദത്തോടെയാണ് വെടിപൊട്ടിയത്. നെഞ്ചിൽ കൈ അമർത്തി ഒരു അലർച്ചയോടെ ഗോപിനാഥ് കസേരയടക്കം പിന്നിലേക്ക് മറഞ്ഞു. അയാൾ നിലത്ത് വീണ് പിടഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ചെന്ന് അയാളുടെ നേർക്ക് വീണ്ടും വീണ്ടും വെടിവെച്ചു. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നവർ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ വാതിലിന് നേരെ ഓടി. തോക്കുമായി അനുരാഗ് തിരിഞ്ഞപ്പോഴാണ് അവൻ അത് കണ്ടത്. രതീഷ് അവന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് രതീഷിൻ്റെ തോക്കിൽ നിന്ന് വെടിപൊട്ടി. അനുരാഗിൻ്റെ നെഞ്ചു തുളച്ചാണ് വെടിയുണ്ട കടന്നുപോയത്. അവൻ പെട്ടെന്ന് കുഴഞ്ഞ് നിലത്തേക്ക് വീണു. കടപ്പുറത്ത് ക്രിമിനലുകളുടെ വിളയാട്ടം വർദ്ധിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ചാണ് ശ്രീനാഥ് ബീച്ചിലേക്ക് പുറപ്പെട്ടത്. ബീച്ച് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്നു. രമേശേ, കണ്ടില്ലേ ആളുകൾ ഇറങ്ങി ഓടുന്നത്?
എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ശ്രീനാഥ് ഡ്രൈവറോട് പറഞ്ഞു. തീപിടുത്തമായിരിക്കും സർ. പക്ഷേ പുകയൊന്നും കാണുന്നില്ലല്ലോ. അങ്ങോട്ട് പോകാം. കാർ പാഞ്ഞു ചെന്ന് ഐസ്ക്രീം ഹൗസിൻ്റെ മുന്നിൽ നിന്നു. ഡോർ തുറന്ന് ശ്രീനാഥ് ചാടിയിറങ്ങി. എന്താണ് സംഭവം? പരിഭ്രമത്തോടെ പുറത്തേക്കിറങ്ങി വന്ന മധ്യവയസ്കനോട് ശ്രീനാഥ് തിരക്കി. വെടിവയ്പ്പാണ് സാറേ, 2 പേരും മരിച്ചു പറഞ്ഞിട്ട് അയാൾ ധൃതിയിൽ നടന്നുപോയി. ജാഗ്രതയോടെ ശ്രീനാഥ് ഐസ്ക്രീം ഹൗസിലേക്ക് കടന്നു ചെന്നു. മേശകളും കസേരകളും തട്ടിമറിച്ചിട്ടിരിക്കുന്നു. 2-3 പേർ മാത്രം അവിടെയുണ്ട്. അവർ അവിടുത്തെ ജോലിക്കാരാണെന്ന് യൂണിഫോം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. കസേരകൾക്കിടയിൽ വെള്ള ജുബയും മുണ്ടും ധരിച്ച ഒരു പുരുഷൻ കമിഴ്ന്നു കിടക്കുന്നു. അല്പം മാറി ജീൻസും ചെക്ക് ഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരനും കിടക്കുന്നു. എന്താണ് സംഭവിച്ചത്? യൂണിഫോം ധരിച്ച മധ്യവയസ്കനോട് ശ്രീനാഥ് ചോദിച്ചു. വെടിവയ്പ് നടന്നു സർ. ആ പയ്യൻ അയാളെ വെടിവെച്ച് താഴെയിട്ടു. അയാളുടെ കൂടെ വന്ന ആൾ പയ്യനെയും വെടിവെച്ചു. ആരാണിവർ? ഒന്ന് RK അസോസിയേറ്റ്സിൻ്റെ മാനേജർ ഗോപിനാഥാണ്. നടന്ന കാര്യങ്ങൾ വെയിറ്റർ പറഞ്ഞു. ശ്രീനാഥ് ഞെട്ടി. അയാൾ ചെന്ന് ഗോപിനാഥിനെ മലർത്തിക്കിടത്തി. നെഞ്ച് തകർന്നു പോയിരിക്കുന്നു. ചോരക്കട്ട മാത്രം കാണാം. ഗോപിനാഥ് മരിച്ചു കഴിഞ്ഞെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അടുത്ത് കിടക്കുന്നത് അനുരാഗാണെന്ന് ഞെട്ടലോടെയാണ് ശ്രീനാഥ് തിരിച്ചറിഞ്ഞത്. മരിച്ചിട്ടില്ല. നെഞ്ചിലാണ് വെടിയേറ്റതെങ്കിലും ശ്വാസം നിലച്ചിട്ടില്ല. ശ്രീനാഥ് കൺട്രോൾ റൂമിലേക്ക് എമർജൻസി കോൾ വിളിച്ചു. 2 ആംബുലൻസ് എത്രയും വേഗം ബീച്ച് റോഡിലുള്ള ഐസ്ക്രീം ഹൗസിലേക്ക് വിടണം. കഴിയുന്നത്ര പോലീസിനെയും. അയാൾ അടുത്തതായി രാഹുലിനെയാണ് വിളിച്ചത്. എന്താണ് ശ്രീനാഥ്? രാഹുൽ ഉടൻ കോൾ എടുത്തു. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? ബീച്ച് റോഡിലുള്ള ഐസ്ക്രീം ഹൗസിൽ വെച്ച് ഒരു ഷൂട്ടൗട്ട് ഉണ്ടായി. ഗോപിനാഥിനെ അനുരാഗ് വെടിവെച്ചിട്ടു. അയാളുടെ ബോഡി ഗാർഡ് അനുരാഗിനെ ഷൂട്ട് ചെയ്തു. എൻ്റെ ഈശ്വര! എന്നിട്ട്? രാഹുൽ അമ്പരന്നു. ഗോപിനാഥിന് ജീവനുണ്ടെന്ന് തോന്നുന്നില്ല. അനുരാഗിൻ്റെ ചലനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. 2 ആംബുലൻസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ശ്രീനാഥ് പറഞ്ഞു. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? നോ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. എന്തായാലും സമയം കൂടുതലെടുക്കും. വളരെ അടുത്തല്ലേ ആശാദീപം ഹോസ്പിറ്റൽ. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുണ്ട്, രാഹുൽ പറഞ്ഞു. എങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. സർജനാണ്, ഡോക്ടർ സാം ചെറിയാൻ. ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം. എങ്കിൽ വളരെ എളുപ്പമാകും കാര്യങ്ങൾ. ശ്രീനാഥ് കോൾ കട്ട് ചെയ്തു. ചുടുചോരയുടെ രൂക്ഷഗന്ധം പരക്കുന്നുണ്ടായിരുന്നു ആ ഹാളിൽ. ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണെന്ന ഓർമ്മയിൽ അയാൾ അതൊന്നും അറിഞ്ഞതേയില്ല. 2 ആംബുലൻസുകൾ ഇരമ്പിയാർത്തു വന്നു. ഐസ്ക്രീം ഹൗസിൻ്റെ മുൻപിലേക്ക് 2 വാഹനങ്ങളും ഇരച്ചു നിന്നു. സ്ട്രക്ചറുമായി 2 പേർ വീതം വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. അനുരാഗിനെയും ഗോപിനാഥിനെയും ഓരോ ആംബുലൻസിൽ അവർ നൊടിയുടയ്ക്കുള്ളിൽ എടുത്തുവെച്ചു. ആശാദീപത്തിലേക്ക് പോകൂ, ശ്രീനാഥ് ഡ്രൈവർമാർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോഴേക്ക് ഒരു പോലീസ് ജീപ്പിൽ 4-5 കോൺസ്റ്റബിൾമാരുമായി SI വന്നു. സ്ഥലത്തിൻ്റെ പരിരക്ഷ SIയെ ഏൽപ്പിച്ചിട്ട് ആംബുലൻസുകളുടെ പിന്നാലെ ശ്രീനാഥ് പോയി. അവർ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ഹോസ്പിറ്റലിലെ അറ്റൻഡർമാർ ഓടി വന്നു. അവർ അനുരാഗിനെയും ഗോപിനാഥിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ശ്രീനാഥ് പുറത്ത് കാത്തു നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ സബ് കളക്ടറുടെ കാറിൽ രാഹുൽ എത്തി. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അയാൾ ശ്രീനാഥിനോട് ചോദിച്ചു. ഇല്ല, അകത്തേക്ക് കൊണ്ടുപോയതേയുള്ളൂ. അവർ അല്പനേരം കാത്തു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ സാം ചെറിയാൻ വന്നു. ഗോപിനാഥ് ഇവിടെ കൊണ്ടുവരും മുമ്പേ മരിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു. അനുരാഗ്? രാഹുൽ പെട്ടെന്ന് ചോദിച്ചു. വെരി വെരി ക്രിട്ടിക്കൽ. ബുള്ളറ്റ് കയറി ഇടതുവശത്തുള്ള ലങ്സ് കംപ്ലീറ്റ് തകർന്നു പോയി. ഹാർട്ടിൻ്റെ ഒരു ഭാഗത്തും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. BP വളരെ കുറവാണ്. അപ്പോൾ പ്രതീക്ഷ വേണ്ടെന്നാണോ ഡോക്ടർ? ആദിയോടെ രാഹുൽ ചോദിച്ചു. ഒരു മേജർ സർജറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയാണ് ഞങ്ങൾ. വെടിയുണ്ട ഇപ്പോഴും ശ്വാസകോശത്തിൽ തറച്ചിരിക്കുകയാണ്. അത് നീക്കം ചെയ്യണം. രക്ഷപ്പെടില്ലെന്ന് ഞാൻ പറയില്ല, ബട്ട് ചാൻസസ് ആർ റെയർ. ഡോക്ടർ അകത്തേക്ക് തന്നെ പോയി. രാഹുലും ശ്രീനാഥും പരസ്പരം നോക്കി. ഡോണ്ട് ബി അക്സെപ്റ്റ്, മിറക്കിൾസ് ക്യാൻ ഹാപ്പൻ. ശ്രീനാഥ് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ല ശ്രീ ഞാൻ ആലോചിക്കുന്നത്. പല്ലവി ഇതെങ്ങനെ അറിയിക്കണ്ടേ? വേണം. അവൾ മൂവാറ്റുപുഴയിലാണ്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. വിളിച്ചു പറയൂ, ഇനി വൈകിക്കണ്ട. എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ നമ്പർ തരാം, താൻ പറഞ്ഞാൽ മതി. പോലീസിൽ നിന്ന് അറിയിക്കുന്ന പോലെ. അത് ഞാൻ ചെയ്യാം. ബാലകൃഷ്ണൻ നായരുടെ നമ്പർ രാഹുൽ കൊടുത്തു. അപ്പോൾ തന്നെ ആ നമ്പറിൽ ശ്രീനാഥ് വിളിച്ചു.
ഹലോ സർ, ഞാൻ ആലപ്പുഴ ASP ശ്രീനാഥാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ ശ്രീനാഥ്, പല്ലവി പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല ഫ്രണ്ടാണെന്ന്. എന്താ ഇപ്പോൾ വിളിച്ചത്? ഒരു മോശം വാർത്ത അറിയിക്കാനാണ് സർ. അനുരാഗ് ഇവിടെ ഹോസ്പിറ്റലിലാണ്. കണ്ടീഷൻ ഇത്തിരി ക്രിട്ടിക്കലാണ്. എന്തു പറ്റി അനുവിന്? പരിഭ്രമത്തോടെ അദ്ദേഹം ചോദിച്ചു. നടന്ന സംഭവങ്ങൾ ശ്രീനാഥ് അദ്ദേഹത്തെ അറിയിച്ചു. തുറന്നു പറ ശ്രീനാഥ്, അനു ജീവനോടെയുണ്ടോ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സംശയത്തോടെ അദ്ദേഹം ചോദിച്ചു. യെസ് സർ, ഹി ഹാസ് സ്റ്റിൽ അലൈവ്. പക്ഷേ അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏത് ഹോസ്പിറ്റലിലാണ്? ആശാദീപം. ശരി, കോൾ കട്ടായി. എന്താണ് പല്ലവി മൂവാറ്റുപുഴയ്ക്ക് പോയത്? ശ്രീനാഥ് ചോദിച്ചു. അനുരാഗുമായി എന്തോ സൗന്ദര്യപ്പിണക്കം ഉണ്ടായെന്നാണ് അറിഞ്ഞത്, രാഹുൽ പറഞ്ഞു. എങ്കിൽ ആ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. ഇത് അനുരാഗ് പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയ ഒരു സംഭവമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. യെസ്, അല്ലെങ്കിൽ എവിടെ നിന്നോ പിസ്റ്റൾ സംഘടിപ്പിക്കില്ലല്ലോ, ശ്രീനാഥ് പറഞ്ഞു. അയാൾക്ക് അപ്പോൾ ഒരു കോൾ വന്നു. രതീഷിനെയും മുത്തുരാമനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടുപേരും അയാളുടെ ബോഡി ഗാർഡുകളാണ്. സ്ഥലം സീൽ ചെയ്തില്ലേ? ഉവ്, അവിടെ പോലീസ് കാവലുണ്ട്. ഇനി അനുരാഗിൻ്റെ അമ്മയെ വിവരം അറിയിക്കണ്ടേ? ശ്രീനാഥ് ചോദിച്ചു. വേണം. ഫോൺ ചെയ്ത് പറഞ്ഞാൽ ശരിയാവില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. രാഹുൽ അപ്പോൾ തന്നെ RK ബംഗ്ലാവിലേക്ക് പോയി. കോളിംഗ് ബെൽ മുഴക്കിയപ്പോൾ സുമിത്രയാണ് വന്ന് വാതിൽ തുറന്നത്. അമ്മയെ കാണാൻ വന്നതാണ്. ഇരുന്നാട്ടെ, ഞാൻ പറയാം. സുമിത്ര പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗായത്രി ദേവി വന്നു. ക്ഷീണിതയും ദുഃഖിതയുമായിരുന്നു അവർ. അവരെ കണ്ട് അയാൾ എഴുന്നേറ്റു. ഇരിക്കു മോനെ, ഞാനൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ? ചിലതൊക്കെ അറിഞ്ഞു. എൻ്റെ മിട്ടുവിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല രാഹുൽ. പല്ലവിയുമായി പിണങ്ങി, എന്നോട് വഴക്കിട്ടു. അവനിപ്പോൾ ഹോട്ടലിലാണ് താമസം. മോൻ അവനോടൊന്ന് സംസാരിക്കണം. എൻ്റെ കാര്യം പോട്ടെ, അവൻ എൻ്റെ മോനല്ലേ. അവൻ എന്ത് ചെയ്താലും എനിക്ക് ക്ഷമിക്കാൻ പറ്റും. എങ്ങനെ അമ്മയോട് കാര്യങ്ങൾ പറയും? രാഹുൽ ധർമ്മസങ്കടത്തിലായി. അതിരിക്കട്ടെ, രാഹുൽ എന്തിനാ വന്നത്? ഗായത്രി ദേവി ചോദിച്ചു. അമ്മയുടെ മോൻ ഒരു അബദ്ധം കാണിച്ചു, അത് പറയാനാണ് ഞാൻ വന്നത്. ഗായത്രി ദേവി ഒന്ന് ഞെട്ടി. എന്താബദ്ധം? ഗോപിനാഥ് എന്ന ആളിനെ വെടിവെച്ചു കൊന്നു. അവർ ഒന്ന് ചിരിച്ചു. ആരാ രാഹുലിനോട് ഈ മണ്ടത്തരം പറഞ്ഞത്? മിട്ടുവിൻ്റെ കയ്യിൽ തൂക്ക് പോയിട്ട് ഒരു പേനാക്കത്തി പോലും കാണുകയില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കാത്തവനാണ് അവൻ. അല്ലെങ്കിൽ തന്നെ ഗോപിയെ അവൻ ഇല്ല. അതിനുള്ള മനക്കുട്ടിയൊന്നും അവനില്ല. ബീച്ച് റോഡിലുള്ള ഐസ്ക്രീം ഹൗസിൽ വെച്ചാണ് സംഭവം നടന്നത്. ഗോപിനാഥിനെ 4-5 തവണ അനുരാഗ് വെടിവെച്ചു. അവിടെ വെച്ച് തന്നെ അയാൾ മരിച്ചു. പക്ഷേ അതോടൊപ്പം വേറൊരു സംഭവം കൂടി നടന്നു. അനുരാഗിനെ അയാളുടെ ബോഡി ഗാർഡ് വെടിവെച്ചു. കുറച്ച് സീരിയസ് ആണ്. ആശാദീപം ഹോസ്പിറ്റലിൽ അനുരാഗിന് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗായത്രി ദേവി അയാളെ തുറച്ചു നോക്കി. കേട്ടതവർക്ക് വിശ്വാസമായില്ല. സത്യമാണോ ഈ പറഞ്ഞത്? അയാളുടെ കയ്യിൽ ബലമായി അമർത്തി പിടിച്ച് അവർ ചോദിച്ചു. സത്യമാണ്. തിരിച്ചു കിട്ടാൻ വലിയ പാടാണെന്നാണ് അമ്മേ ഡോക്ടർ പറഞ്ഞത്. ഗായത്രി ദേവി നിലത്തേക്ക് കുഴഞ്ഞു വീണു. അത് കണ്ട് സുമിത്ര ഓടി വന്നു. അവളുടെ സഹായത്തോടെ ഗായത്രി ദേവിയെ രാഹുൽ എടുത്ത് മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ കണ്ണു തുറന്നു. എനിക്ക് എൻ്റെ മോനെ കാണണം രാഹുൽ. ഇപ്പോൾ കാണാൻ പറ്റില്ലമ്മേ, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അതുവരെ അമ്മ റെസ്റ്റ് എടുക്ക്. ഹോസ്പിറ്റലിൽ വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. പല്ലവി മോളെ വിവരം അറിയിച്ചോ? അറിയിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഗായത്രി ദേവിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സുമിത്രയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് രാഹുൽ ഹോസ്പിറ്റലിൽ പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം പല്ലവി കാറിൽ വന്നിറങ്ങി. രാഹുലിനെ കണ്ട് അവൾ ഓടിച്ചെന്നു. രാഹുലേട്ടാ, എൻ്റെ അനു. അവൾ അയാളുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അനുവിനൊന്നും സംഭവിക്കുകയില്ല. ഡോക്ടർ സാം ചെറിയാൻ മിടുക്കനായ സർജനാണ്. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. വന്നാട്ടെ, ഒരു റൂം കിട്ടിയിട്ടുണ്ട്, അവിടെ റെസ്റ്റ് എടുക്കാം, രാഹുൽ പറഞ്ഞു. അനുരാഗിൻ്റെ ബൈസ്റ്റാൻഡർക്ക് വിശ്രമിക്കാനുള്ള മുറിയിൽ അവരെ കൊണ്ടുചെന്ന് രാഹുൽ ഇരുത്തി. രാഹുൽ ഒപ്പം ഇരുന്നു. പുലർച്ചെ 2 മണിയായപ്പോൾ അനുരാഗ് അവസാന ശ്വാസം വലിച്ചു. മരണവിവരം രാഹുലിനെ വിളിച്ച് ഡോക്ടർ സാം ചെറിയാൻ അറിയിച്ചു. അടുത്ത ഭാഗം നാളെ.